കടൽ കൊള്ളക്കാരനെന്ന് ആരോപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ തടവിലായിരുന്ന ഇന്ത്യൻ നാവികൻ ക്യാപ്റ്റൻ സുനിൽ ജെയിംസിന്റെ മോചന വാർത്ത നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ഇതേ കുറ്റം ചുമത്തി ടോഗോ പോലീസ് പിടികൂടിയ 4 മലയാളി യുവാക്കൾ 2 വർഷത്തിലേറെയായി ടോഗോ സെൻട്രൽ ജയിലിൽ മോചനം കാത്തു കഴിയുകയാണ്. കൊച്ചി പൂക്കാട്ടുപടി സ്വദേശി ഷാജി, കലൂർ കീർത്തിനഗർ സ്വദേശികളായ തരുൺ ബാബു, നിതിൻ ബാബു, ചേരാനല്ലൂർ സ്വദേശി ഗോഡ്വിൻ ആന്റണി എന്നിവരാണ് 2 വർഷത്തിലേറെയായി ടോഗോ സെൻട്രൽ ജയിലിൽ നരകിച്ചു കഴിയുന്നത്. സുനിൽ ജെയിംസിന്റെ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടപ്പോഴും ജയിൽ മോചനം വലിയ വാർത്തയായപ്പോഴും ഈ 4 പേരും തടവിലാണെന്ന വാർത്ത അവരുടെ വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. എയ്ഡ്സും ക്ഷയവും അടക്കമുള്ള മാരക രോഗങ്ങൾ ബാധിച്ചവരുടെയും ക്രിമിനലുകളുടെയും ഒപ്പം നിന്നു തിരിയാനിടമില്ലാത്ത ജയിൽ മുറികളിലാണ് കഴിയുന്നതെന്ന് വാട്സാപ്പിൽ അയച്ചു തന്ന ശബ്ദ സന്ദേശത്തിൽ യുവാക്കൾ പറയുന്നു. എന്നാലും അതുപോലത്തെ മാരക രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അതിനുള്ള വാക്സിനേഷനും സ്റ്റിറോയിഡും എടുക്കാറുണ്ട്. അത് മാസത്തിൽ 1-2 തവണ അത് എടുക്കാറുണ്ട്. അതിനുവേണ്ടി മാത്രം ഞങ്ങൾക്കൊരു 4 പേർക്കും കൂടി 15,000 രൂപയോളം ഞങ്ങൾക്ക് ചിലവ് വരാറുണ്ട് എല്ലാ മാസവും. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുത്തിക്കണ പൈസ വെച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുപോണത്. ഓക്കെ, സോ അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പേടിയാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ മാറ്റിക്കളയുമെന്ന്. തേവര സ്വദേശിയായ ക്യാപ്റ്റൻ അരുൺ ചന്ദ്രൻ എന്നയാളാണ് 4 പേരെയും ക്രോസ്വേൾഡ് മെറൈൻ സർവീസസ് എന്ന കമ്പനിയുടെ ജോലിക്കാരായി ടോഗോയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് പോലീസ് കടൽ കൊള്ളക്കാർ എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് യുവാക്കൾ പറയുന്നു. ഇതിനിടെ ക്യാപ്റ്റൻ അരുൺ ചന്ദ്രനും ഇയാളുടെ ബന്ധുവായ നവീൻ ഗോപിയും ജയിൽ ചാടി. ഇതോടെ ഈ 4 മലയാളി യുവാക്കളുടെയും മോചനം അനിശ്ചിതാവസ്ഥയിലായി. ഭക്ഷണത്തിനും താമസത്തിനും മരുന്നിനും കക്കൂസ് ഉപയോഗിക്കുന്നതിനു പോലും ജയിലിൽ പണമടയ്ക്കണം. ഇതിനായി നാട്ടിൽ നിന്നും മാസം 30,000 രൂപ വീതം ഇവരുടെ കുടുംബങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാജി ഇവിടുന്ന് പോകുമ്പോൾ ഇന്നോടത്ത് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളിച്ചാടി അങ്ങനെ. അപ്പോൾ നമ്മൾ 1.5 മാസമൊക്കെ എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അവർ. ഈ 1.5 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും 1-2 ആഴ്ചക്കുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. 2-3 മിനിറ്റ് വിളിച്ചിട്ട് പിന്നെ കരച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ. കാര്യങ്ങളൊന്നും തുറന്നും പറയണില്ല. നമുക്ക് അവർ പറയുന്ന മാത്രമേ അറിഞ്ഞുള്ളൂ. ഷാജിയുടെ നിർധന കുടുംബം ജയിലിലെ ചെലവുകൾക്കും ടോഗോയിലെ കേസ് നടത്തിപ്പിനുമായി ഇതിനകം 8 ലക്ഷം രൂപയോളം ചെലവിട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടും ഫലമുണ്ടായില്ല. പ്രിയപ്പെട്ടവർക്കായി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് 4 പേരുടെയും കുടുംബങ്ങൾ. പ്രിൻസ് പാങ്ങാടനൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.